ഹേയ് ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വലുതായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മളൊരു പബ്ലിക് റൂമിലിട്ടിട്ട് നമ്മൾ ആരെങ്കിലും തിരിച്ചറിയാമെന്ന് നോക്കുന്നതാണ്. ആരെങ്കിലും നമ്മളെ കുറച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മിനി കൂപ്പർ അയാൾക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഞാനിപ്പോൾ എന്താ പറയുക, എൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള വണ്ടികളെന്ന് വെച്ചാൽ ആകെ ഇതും എൻ്റെ റെട്രീവറും പിന്നെ ഈ സിവിക്കും കൂടിയാണ്. ഇത് രണ്ടുമാണ് എൻ്റെ ഐഡൻറ്റിറ്റീൻ്റെ എൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള വണ്ടികളാണ് ഇത് രണ്ടും എടുക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ എന്നെ തിരിച്ചറിയും, വാസ്കോ ബ്രോ അങ്ങനെയൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായി നമ്മൾ ഈ രണ്ട് വണ്ടി എടുത്താലും എന്തായാലും നമ്മൾ തിരിച്ചറിയാം. ആർക്കെങ്കിലും നമ്മൾ അറിയുമോ എന്ന് നോക്കണ്ടേ. എന്നാലും നമുക്കെന്നാലും പോവാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്താ എന്നെ ഇന്നലെ ഇടയ്ക്കറ്റം എന്താ പറയുക, ഒരാൾ വിളിച്ചായിരുന്നു, എൻ്റെ ഫ്രണ്ട് വിളിച്ചായിരുന്നു. അന്നേരം അവൻ പറഞ്ഞതാണ് CPM 1 എന്താ പറയുക ഒരു എന്തിനും പെണ്ണി വയസ്സോ ജോക്കറോ അങ്ങനെ എന്തോറ്റം വന്നിട്ടുണ്ട് എന്ന്. നമ്മളെ ആ മാപ്പിൻ്റെ പേരെന്തേലും എന്നാണ് എൻ്റെ ഓർമ്മയിലില്ലാത്ത, എന്തേലും ഇൻ്റർസ്റ്റേറ്റോ അങ്ങനെ എന്തോട്ടാണ്. അപ്പോൾ ആ മാപ്പിലോട്ടേക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ആ മാപ്പിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പം നോക്കുന്നില്ല, നമ്മളൊന്ന് അപ്പം നാളെ ഒരു വീഡിയോ വരും. അന്നേരം ആ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പം ഇപ്പം നമ്മളെ റിയൽ ടൈം നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 10:30 ഒരു 9:30 ആയിട്ടുണ്ടാവും. അപ്പോൾ 9:30 ഞാനിപ്പോൾ 1 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ കിടന്നുറങ്ങേണ്ട ഞാനാണ്. എന്തായാലും ഇപ്പം വെറുതെ ഫ്രീ കിട്ടുന്ന സമയത്ത് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ താണ്ടെ ഒരു പബ്ലിക് റൂമിൽ കയറിയിട്ട് നമ്മൾ കളിക്കുന്നുണ്ട്. ആരെങ്കിലും തിരിച്ചറിയുമോ അറിയില്ല, പക്ഷേ എന്നെ ഈ CPM 2 കളിക്കുന്ന ആൾക്കാരൊന്നും തിരിച്ചറിയില്ല ചിലപ്പം. കാരണം 1 എല്ലാവരും ഇപ്പം വാസ്കോ ബ്രോ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചറിഞ്ഞേനെ. CPM 2 ആരെയും എന്നെ തിരിച്ചറിയാൻ വലിയ ഇതൊന്നുമില്ല, ചാൻസൊന്നും ഇല്ല. ഓക്കെ, എന്തോന്ന് കളിക്കുന്നേ, എന്താണ്ട് പച്ച സ്മോക്കുകൾ ഇട്ടിട്ട് ഒരുത്തൻ വന്നിട്ടുണ്ട്. എന്താണ്ട് വേറൊരു മിനി കൂപ്പറുണ്ട്. അയ്യാ, ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കയറായിരുന്നു അയ്യാ. ഓക്കെ, ചെങ്ങായം തോളി അവിടെ തന്നെ നിന്നു പോയ. ഓ കാശ്, ഇവിടെയാണെങ്കിൽ മൊത്തം സ്മോക്കും. 20,000 ഒരു വണ്ടിയോ. എയർ സിസ്റ്റം എല്ലാം പെർഫെക്റ്റ് ആണ്, പക്ഷേ ബൈ സ്ലോട്ട്സ് ഗൈസ്. ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് സൈഡിൽ. എന്താണ് നമ്മളെ തിരിച്ചറിഞ്ഞവർ അറിയില്ല. അപ്പോൾ ഇവൻ്റെ പേരെന്നാ വെച്ചാൽ എന്തെന്ന്, സെയ്ദ് ഭട്ട് എന്തോന്ന് പേരാണ് അറിയത്തില്ല. എന്തായാലും പുള്ളി കേരളയിലെല്ലാം തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഡൽഹിയിലോ അങ്ങനെ എന്തോ ആയിട്ടായിരിക്കും. എന്തായാലും കേരളത്തിലൊരുത്തൻ ഇങ്ങനെയൊന്നും പേരിടാൻ ചാൻസ് ഇല്ല. ഓക്കെ ഗൈസ്, CPM 1 ഇപ്പം കൂടുതൽ എന്താ പറയുക മലയാളീസിനൊന്നും ഞാൻ കാണുന്നില്ല. ആകെ മലയാളികളെ ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. ഇതാ കർണാടകയിൽ വേറെ ഒരുത്തന് ആ മിനി കൂപ്പറൊക്കെ 15,000. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരാൾ മലയാളി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ആ വീഡിയോ എടുക്കുന്ന ഇത് കഴിച്ച് നമ്മൾ ആ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ചങ്ങായിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് നോക്കാം. ചിലപ്പോൾ വീഡിയോ എടുത്ത ആൾ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. ഗായ്സ് ദാണ്ടേ ഒരുത്തരം ഇതാ ചക്കപ്പോത്ത് പോലത്തെ ടയറിലിട്ടിട്ടായിരുന്നു. ദൈവമേ ഇവിടെ ഇവനല്ലേ ഇത്, എന്തോന്നേ എനിക്കിത്. ഞാൻ ഈ വണ്ടികളൊക്കെ പഞ്ചാബിൽ കണ്ടിട്ടുണ്ട്. പഞ്ചാബിൽ കുറേ ട്രിപ്പൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ വണ്ടികളെല്ലാം. ചില കാര്യം മോഡിഫിക്കേഷൻ ചെയ്തിട്ട്. എന്തായാലും ഞാൻ ഈ വണ്ടികളൊന്നും പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ. താണ്ടെ അവിടെ വേറെ ഏതൊരു പെണ്ണിറങ്ങി നടക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഒരുത്തെ എന്താ പറയുക ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ കളിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, യൂട്യൂബ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആന്ന് കമൻ്റ് ഇട്ടേക്കാം. ചങ്ങായിൻ്റെ അടുത്ത് എന്തായിരിക്കും നോക്കാം. എന്താണ് പറയുന്നത്? ഒരു കാർ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കൊടുക്കേണ്ടതാണ് ഒരു കാറ്. എന്നാലും ഈ കാറ് കൊടുത്തേക്കാം. എന്താണ് 394? അപ്പം നമുക്കൊന്ന് 394 ഒരു കാർ കൊടുത്തേക്കാം. അപ്പം എന്തായാലും ഈ കാറ് കാണുമ്പോൾ എന്തിനും പറയാ, അവൻ്റെ നമ്പർ 394 ആണ്. ഞാൻ 397 ആണ് നേരത്തെ. 394 ഒരു മിനി കൂപ്പറിലാണ് കറങ്ങി നടക്കുന്നത്. പിന്നെ ഇവനാണവൻ പച്ചക്കുതിര. ദാണ്ട ഒറ്റയും കീരിയിരുന്നു. ഡ്രൈവറൊന്നും ഇല്ല അതിൻ്റെ ഉള്ളിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഒന്ന് ബാക്ക് അടിച്ചിട്ട് നിങ്ങളൊന്ന് നോക്കുക. അതിനുള്ളൊരു ഡ്രൈവർ ഇല്ലാത്ത വഴിയാണ് പോകുന്നത്. ഇവിടെയാണെങ്കിൽ മൊത്തം കലാശക്കൊട്ടാണ്. അപ്പം നമുക്ക് ഈ കാർ ഒന്ന് സെല്ല് ചെയ്യാം. ജസ്റ്റ് ഒരു 20,000 കൊടുത്തേക്കാം. എന്തായാലും വെറുതെ വെക്കുന്നില്ലേ, അപ്പോൾ കുറച്ച് പൈസ കുറഞ്ഞ് വിൽക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ചെറിയ പൈസ. ഓക്കെ, കാർ സെൽ ഓഫർ സെൻഡ് എന്ന് കാണിക്കുന്നുണ്ട്. ചങ്ങായി അത് വാങ്ങിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു കാർ തരുമോ എന്ന് ചോദിച്ചില്ലേ. എനിക്ക് അടുത്ത കമൻറ്റ് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവരും ചോദിക്കുന്നത് പൈസ എന്തോ പൈസ കൊടുത്താലെന്നു പൈസ കൊടുത്താളെന്നു ആണെന്നാണ് സംഭവം. എനിക്ക് മനസ്സിലായില്ല. എന്താണ് പൈസ കൊടുത്താലാണ് പൈസ കൊടുത്താലാണ് ഗൈസ്. താണ്ടെ അവിടെ ഒരു കാറ് ബൈ മെക്ലാറിന് 2 രൂപക്കോ. മെക്ലാറിന് 2 രൂപക്കോ. മെക്ലാറിൻ വെറും 2 രൂപക്കോ ഗൈസ്. ഞാനൊന്ന് മെനു പോട്ടെ. എനിക്കറിയില്ല ഗാരേജിൽ മെക്ലാറൻ വന്നിട്ടുണ്ടോയെന്ന്. എന്നാലും ഗൈസ് എന്ത് മഹാലാഭമല്ലേ മെക്ലാറൻ. കിസാൻ ബുദ്ധ്. എൻ്റെ പൈസയും പോയി, കാറും പോയി. ഓക്കെ ഗൈസ്, കുഴപ്പമില്ല. പോയി കാറ് മേടിച്ചിടാം. വലിയ സങ്കടമൊന്നുമില്ല. കുറച്ച് കോയിൻസ് പോയി മാത്രം. എന്ത് കോയിൻസ് പോയതിന് ഇത്ര വലിയ കുഴപ്പമൊന്നുമില്ല. മെക്ലാരൻ വെറും 2 രൂപക്ക് നഷ്ടപ്പെടുത്തി. അതാ സെക്കൻഡ് തന്നെ വാങ്ങിക്കണമായിരുന്നു. ഞാനിവിടെ ഈ വ്ളോഗിൽ കാരണം എനിക്കൊന്നും കാണാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ല. എന്താണ്? ഓക്കെ, നമുക്ക് ഈ വണ്ടി എത്തിന് കൊടുക്കാം. അപ്പം നമ്മൾ എന്തെങ്കിലും 394 397 അങ്ങനെ പറ്റത്തില്ല. 394 ആണെന്ന് തോന്നുന്നു. അത് 394. അപ്പം ഇടിച്ചില്ല. ഓക്കെ, നമ്മളെന്നാൽ സെയിലിൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ ഗൈസ്, ബ്രോ ഒല്ല ഗൈസ്, ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ഇവനാരാ? 232 എന്തോ കളിക്കുന്നേ.
ഓക്കെ ഗൈസ്, ഇതാ ഒരു സ്റ്റോക്ക് വണ്ടിയുണ്ട് അവിടെ. നിസാൻ്റെ, ഓ നിസാനല്ല, എന്തേലും ഹോണ്ട, അതെ ഹോണ്ട സിവിക്ക്. ഒരു സ്റ്റോക്ക് ഹോണ്ട സിവിക്ക് ഉണ്ട് അവിടെ. പിന്നെ കണ്ടൊരു ഫോർച്യൂണറൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മളെ കയ്യിലിപ്പോൾ ഫോർച്യൂണർ വാങ്ങിക്കാൻ മാത്രം പൈസയൊന്നും ഇല്ല. എന്നാലും 2 രൂപ കിട്ടുന്ന ആ ചാൻസ് പോയെന്നോർത്തപ്പോൾ ഒരു ചെറിയ സങ്കടം മാത്രം. എനിക്ക് ഇത്ര സങ്കടം വരാണെന്ന് വെച്ചാൽ എന്താ പറയുക, പ്ലെയർ കേരള ബോയ്സ് ഹാസ് ജോയിൻഡ്. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇവിടെ. അന്ന് ജെറ്റ് പോലെത്തുമ്പോൾ ഇനി ഓരാണ് ദൈവമേ. ഇങ്ങനെ എന്താ പറയുക, വണ്ടി ഇങ്ങനെ സ്മോക്ക് ആക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ലാഗ് അടിക്കും. അപ്പോൾ ഈ വീഡിയോ ഏകദേശം ഒരു 13 മിനിറ്റ് വരെ മാക്സിമം കൊണ്ട് നടക്കാമെന്നാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് ആകെ ഈ ഒരു 13 മിനിറ്റ് വീഡിയോ എടുക്കാൻ കഴിയുള്ളൂ, കാരണം ബാക്കി വേറെ പണികളുണ്ട് കുറേ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു നല്ല വണ്ടി നോക്കിയിട്ട് വാങ്ങിക്കാനാണ്. അപ്പോൾ ഗൈസ്, ഈ വണ്ടി ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ നമുക്ക് ഇതിനൊരു 50,000. ഇതേത് കാറ്? ദാണ്ട് ഹമ്മറൊക്കെ വന്നിട്ടുണ്ട്, ഓഫ് റോഡ് എയറൊക്കെ ഇട്ടിട്ട്. എന്താണ് ഇവൻ, ഏതാണ് ഇവൻ്റെ പേരെന്താണ്? ഓക്കെ ഗൈസ്, ഇവിടെ ഒരു കിറ്റൊക്കെ കയറ്റിയൊരു വണ്ടിയാണ്. 30,000 രൂപയ്ക്കോ കിറ്റൊക്കെ കയറ്റിയ വണ്ടിയോ. എന്നാലും ചാൻസ് മിസ്സാക്കണ്ട. ബൈ. ഓക്കെ, വെഹിക്കിൾ കനോട്ട് ബി ട്രേഡഡ്. ആന്തേ ഗൈസ്, കേരള ബോയ്സിന് നമ്മളെ വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഹലോ മച്ചാനെ, എന്താണ്? ഒരു മൈൻഡൊന്നും ഇല്ലല്ലോ. ഹലോ, എന്ത് വന്നേ? ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും ഇപ്പം കേരള ബോയ്സ് എവിടെ? അപ്പോൾ നമ്മളെ കേരള ബോയ്സിനെ അറിയുമോയെന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ വീഡിയോയിലാണെന്ന്. വീഡിയോ ഓനെ യൂട്യൂബറാണോ പോലും എനിക്കറിയത്തില്ല. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നല്ലത്, കുഴപ്പമില്ല. അപ്പോൾ ഇതാരെ വണ്ടിയാണെന്ന് എനിക്കറിയേണ്ടത്. എനിക്കൊന്ന് എക്സ്ചേഞ്ച് അടിക്കായിരുന്നു. എന്തായാലും ഇതിൻ്റെ ഓണർ അകത്തില്ല. ഗസ്റ്റ് 529 ആവേ. അവനൊക്കെ ഒരു ബെൻസിലൊക്കെയാണ് വന്നിട്ടുള്ളത്. ജയ്പത്ത്, അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. കാർത്തിക് ആണോ? അയ്യ, കാർത്തിക് അല്ല, ചീറ്റ CP 179 അല്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ എല്ലാവരും ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരും കാണാം. സോ ബൈ.